ആതുര സേവനത്തിൽ മലയാളിയുടെ അഭിമാനമായ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ധർമാശുപത്രി നൂറ്റാണ്ടിന്റെ നിറവ് ശതാബ്ദി ആഘോഷം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ട പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, പ്രദർശനങ്ങൾ എന്നിവയുണ്ടാകും. ആഘോഷ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. ധർമാശുപത്രി മലയാളികളുടെ അഭിമാനമെന്ന് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സെഞ്ചുറിക്ക് മുകളിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്, അത് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നിലനിൽക്കുകയല്ല. 122 കൊല്ലമായി ശരിക്കും പറഞ്ഞാൽ. ഈ കഴിഞ്ഞ 122 കൊല്ലവും ഇതിൻ്റെ യശസ് കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അവിടെ ഒരു ഡെൻറ്റോ കുറവോ ഇല്ലാത്തതുപോലെ വൈദ്യരത്നം PS വാര്യറിനെ പോലത്തെ ഒരു വിഷണറിയുടെ ഒരു ഫിലോസഫീനെ മുന്നോട്ട് കൊണ്ടുപോകും. അത് ഇന്നും അതേ ശക്തിയിലും വിഗറിലും അതേ സെൻസ് ഓഫ് പേർപ്പസിലും നമുക്കത് കാണാൻ സാധിക്കുമെങ്കിൽ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് തന്നെയാണത്. ശതാബ്ദിയുടെ ലോഗോ പ്രകാശനം മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ നിർവഹിച്ചു. വൈദ്യരത്നം PS വാര്യർ, a visionary and renaissance personality, established Aryavaidya Kottakkal in 1902. This monumental act was part of a grand vision which resulted in the revival of Ayurveda. He was also a pioneer in the field of providing healthcare that is accessible to the common man. ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K. ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. നടിയും നർത്തകിയുമായ ആശാ ശരത്, കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റൽ CMD ഡോക്ടർ PA കബീർ, കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CV ജയദേവൻ, ട്രസ്റ്റി അഡ്വക്കേറ്റ് CE ഉണ്ണികൃഷ്ണൻ, ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ K. ലേഖ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം.